I have a dream to sing a song to cope me with everything. If you see the wonder of a fairy tale. അത് ഞാൻ അറിഞ്ഞപ്പോൾ ഓർത്തു, അയ്യോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, എങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുമെന്ന് തന്നെ കരുതിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഓഡീഷന് കിട്ടി. അങ്ങനെ ഞാൻ ഫൈനലിസ്റ്റായി. എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ ആണ്. പണ്ട് മുതലേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം 71ാമത്തെ വയസ്സിലാണ് സാധിച്ചെന്ന് മാത്രമാണ്. ജീവിത സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചാണ് ഞാൻ ഇത്രയും വന്നത്, മനസ്സിലായോ? അപ്പോൾ എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മോട്ടിവേഷണൽ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. പ്രായം വരും നമ്പറാണെന്ന് എല്ലാവരും പറയാറുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് റിയൽ ട്രൂ ആണ്. ഞാനത് ഒരു ലിവിങ് എക്സാമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം എനിക്ക് 71 years old ആണ്. ഇനിയിപ്പോൾ എന്തെല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്താലും എന്നായാലും പ്രായമാകും, പക്ഷെ നമ്മുടെ മനസ്സിന് മാത്രം നമ്മളെപ്പോഴും യങ് ആയിരിക്കണം. ഈവൻ ഇഫ് യു ഫെയിൽ I believe in angels. നമസ്കാരം. വിവാഹിതരായ വനിതകൾക്കായി നടത്തിയ മത്സരത്തിൽ മിസ്സിസ് ഇന്ത്യയായി കോട്ടയം സ്വദേശിനി. കഴിഞ്ഞ ദിവസം ജയ്പൂരിൽ നടന്ന മത്സരത്തിലാണ് 71 വയസ്സുള്ള ഡോക്ടർ ആലീസ് മാത്യു മിസ്സിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കയിൽ പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ ആലീസ് മാത്യുവിൻ്റെ ജീവിതത്തിലും ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. മിസ്സിസ് ഇന്ത്യ ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം വന്നത്? ഞാൻ പണ്ട് തൊട്ടേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ് മിസ് ഇന്ത്യ ആകണമെന്ന്. പക്ഷേ അന്ന് മിസ്സസ് ആയിപ്പോയി ഇങ്ങനത്തെ പേജൻ്റൊക്കെ നടന്നപ്പോൾ. പക്ഷെങ്കിൽ ഈ 2013 മിസ്സസ് ഇന്ത്യ എന്നുള്ള ഒരു പട്ടം എന്ന് പറഞ്ഞാൽ വിവാഹിതരായ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകളെ തെളിയിച്ചു കൊടുക്കാനായിട്ടും അവരുടെ കോൺഫിഡൻസിനെ വളർത്താനും ഒക്കെ ആയിട്ടാണ് മിസ്സസ് ദീപാലി ഫാഡ്നസ് ഇങ്ങനത്തെ ഒരു കാര്യം തുടങ്ങിയത്. അത് ഞാൻ അറിഞ്ഞപ്പോൾ ഓർത്തു, അയ്യോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, എങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുമെന്ന് തന്നെ കരുതിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഓഡീഷന് കിട്ടി. അങ്ങനെ ഞാൻ ഫൈനലിസ്റ്റായി. അങ്ങനെ ജയ്പൂരിൽ പോയി 4 ദിവസം നീണ്ടു നിന്ന ടാസ്കുകളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ 40 പേരുള്ള കൂട്ടത്തിൽ ഈ കൊച്ചു പിള്ളേർ തൊട്ടുണ്ടായിരുന്നു. 21 വയസ്സ് തൊട്ട് 60 വയസ്സുള്ളവരുണ്ടായിരുന്നു. ഞാൻ 71 വയസ്സുള്ളതാണ്. അത്രയും പേരുടെ കൂടെ ആ ടാസ്കുകളെല്ലാം ചെയ്ത് എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ ആണ്. പണ്ട് മുതലേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം 71ാമത്തെ വയസ്സിലാണ് സാധിച്ചെന്ന് മാത്രമാണ്. അതിന് എനിക്ക് ഭയങ്കര സന്തോഷം. പണ്ട് സൗന്ദര്യ മത്സരം കണ്ടിട്ടുണ്ടോ? സൗന്ദര്യ മത്സരം കണ്ടിട്ടുണ്ട്. 1981 ഞങ്ങളൊരു മിസ് കോട്ടയത്തിൻ്റെ ഒരു പാജൻറ്റ് കാണാൻ പോയി മാമനമാപ്പിള ഹാളിൽ. അന്ന് ആ പിള്ളേർ 10 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എനിക്കൂടെ ഒന്ന് എനിക്കൂടെ പോകണമായിരുന്നു. പക്ഷെ ഞാൻ മിസ്സസ് ആയിരുന്നു അന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവർക്ക് എന്താ ഒരു മിസ്സസ് ഇന്ത്യ അല്ലേ, മിസ്സസ് കോട്ടയം ഉണ്ടാക്കിയാൽ എന്തുവാണ്, ഞാൻ പോയേനേന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജീവിതത്തിൻ്റെ ഭാരങ്ങളും ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും തിങ്ക് ചെയ്തില്ല. ഇപ്പം ഫ്രീ ടൈം ആയപ്പം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ കണിശമായിട്ടും അതിന് ഞാൻ പോകും എന്ന് കരുതി പോയി. ഞാൻ വിൻ ചെയ്ത് വന്നിരിക്കുകയാണ്. എത്ര വർഷം അങ്ങനെ കാത്തിരുന്നു? 45 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് കേട്ടോ. കാരണം അപ്പോൾ ഇത് പറയുന്നത് എന്നാന്ന് വെച്ചെന്നാൽ, നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചെന്നാൽ നമ്മൾ നേർവഴിക്ക് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തരും. പക്ഷേ നമ്മൾ ഓരോരുത്തരും സ്ത്രീകളെല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഓപ്പർച്യൂണിറ്റി വന്നു കഴിയുമ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പം ഞാൻ പറയാം, ഞാനും പേടിച്ച് വരണ്ടിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു, മനസ്സിലായോ? അപ്പോൾ സ്ത്രീകൾക്ക് ഓരോരുത്തരും ഇങ്ങനെ മുന്നോട്ട് വന്ന് അവരിലുള്ള കഴിവുകളെയൊക്കെ അവർ പുറത്തെടുത്തിടണം. അങ്ങനെയാകുമ്പോൾ വിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ മത്സരം എവിടെ നടന്നത്? മത്സരം നടന്നത് ജയ്പൂരിലെ ജയ്ബാഗ് പാലസിലാണ് നടന്നത്. എന്തൊക്കെയായിരുന്നു ടാസ്ക് ചെയ്തത്? അയ്യോ എൻ്റെ പൊന്നെ, ഈ ടാസ്കിൻ്റെ കാര്യം ഒന്നും പറയണ്ട, ഒരുപാടുണ്ട്. നമ്മുടെ ഇൻട്രഡക്ഷൻ കൊടുക്കണമായിരുന്നു. ഇൻട്രഡക്ഷൻ്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. 3 മിനിറ്റ് നേരം പറയാൻ പറഞ്ഞത് 20 സെക്കൻഡിൽ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞാനൊന്ന് പാളിപ്പോയി കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഒരു ടാസ്ക് ഇതുണ്ടായിരുന്നു. ടാസ്ക് എന്താ, ടാലൻറ്റ് ടാസ്ക്, പ്രസംഗിക്കാനായിട്ടുള്ള ടാസ്ക്. അതുപോലെ പ്രസംഗിക്കുന്നത് ഈ പൂൾ സൈഡിലെ ഒരു ഹവായിയൻ തീം വെച്ചിട്ട് നമ്മൾ അവിടെ എന്താണ് പറയുന്നത്, ഹവായിയെക്കുറിച്ച് എങ്ങനെ പറയും എന്നൊക്കെയുള്ള ടാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായിരുന്നു. പിന്നെ റാമ്പ് വാക്കിങ്. ഞാൻ 72 സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറായിരുന്നു അമേരിക്കയിൽ.
അന്നേരം എനിക്ക് ആ 72 പിള്ളേരുടെ മുന്നേ പോയതാൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ അവരുടെ കണ്ണി നോക്കി സംസാരിക്കുന്ന ആളാണ്. റാംബോക്കിന് കയറിയപ്പോൾ ഞാൻ ഒന്ന് അന്താളിച്ചു, ദൈവമേ ഇത്, കാരണം പരിചയമില്ലാത്തതല്ലേ. പിന്നെ ഞാൻ 2 കണ്ണും അടച്ച് ഐശ്വര്യ റായ് ഒക്കെ നടക്കുന്ന പോലെ ഞാനങ്ങ് നടന്നു. അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ. പിന്നെ അവർ നോക്കിയത് നമ്മുടെ ഓരോ നിമിഷങ്ങളും. നമ്മൾ 3 ദിവസം മൊത്തം അവിടെ ഉണ്ടായിരുന്നു, 4ാമത്തെ ദിവസം ഫിനാലെ. അപ്പം നമ്മുടെ ഓരോ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നതെന്നെല്ലാം ഉള്ളത് അവർ നോക്കും. കാരണം ഈ മിസ്സസ് ഇന്ത്യയുടെ തീം എന്നാന്ന് പറഞ്ഞെന്നാൽ അവർ പറയുന്നത് ഓൾ വിമൻ ആർ ബ്യൂട്ടിഫുൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ഏജ്, ഷേപ്പ്, സൈസ്, ഹൈറ്റ്, വെയ്റ്റ് എന്ന് പറയുന്ന എല്ലാ സ്ത്രീകൾക്കും സൗന്ദര്യമുണ്ട്. അവരിപ്പം അവരുടെ ഷേപ്പ് എങ്ങനെയാണെന്നോ പൊക്ക എത്രയാണെന്നോ വണ്ണം എത്രയാണെന്നോ ഒന്നും കാര്യമല്ല. അവരത് എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു, അവർക്കത്ര കോൺഫിഡൻ്റ് ആണ്, അവർക്ക് കറേജ് ഉണ്ടോ, നമുക്ക് എല്ലാ സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനായിട്ടല്ലേ തരണം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നെല്ലാം ഒരുപാട് കാറ്റഗറി നോക്കിയിട്ടാണ് അവർ മിസ്സസ് ഇന്ത്യ എന്നുള്ള പട്ടം, അല്ലെ മിസ്സസ് വനിത എന്ന് പറയുന്ന ഒരു പട്ടം തരുന്നത്. അങ്ങനെ ഇതൊരു നാഷണൽ ലെവലിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അതിലേതായാലും വിൻ ചെയ്തു. ഇപ്പോഴേ ഈ പ്രായത്തിൽ എന്താണ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്താണ് പാഷൻ ഇപ്പോൾ? ഇപ്പോഴത്തെ പാഷൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അമേരിക്കയിലെ പ്രൊഫസറായിരുന്നു, ടെന്യൂർഡ് പ്രൊഫസറായിരുന്നു. റിട്ടയർ ചെയ്ത് ഇവിടെ വന്നു. യൂണിവേഴ്സിറ്റി ഓഫ് നെവാഡ ലാസ് വേഗസ്. അതാണ് ഞാൻ 3 യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, 2 കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ട്. 15 വർഷത്തെ പീരിയഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അവസാനം ഹസ്ബൻഡിന് ഒരു അസുഖം വന്നതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന്, അല്ലെ അമേരിക്കയിൽ സെറ്റിൽ ആകാനായിട്ട് ഈവൻ ഞങ്ങൾ ബെറിയൽ ഗ്രൗണ്ട് വരെ വാങ്ങിച്ചിട്ട് അമേരിക്കയിൽ, അതെല്ലാം വിട്ടിട്ട് നാട്ടിലോട്ടിങ്ങ് പോകുന്നു. കാരണം അവിടെ നമുക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട്, പ്രായമായവർ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ പാഷൻ ഞാനൊന്ന് മാറ്റിപ്പിടിച്ചു. അപ്പം ജീവിത സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചാണ് ഞാൻ ഇത്രയും വന്നത്, മനസ്സിലായോ? അപ്പോൾ എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മോട്ടിവേഷണൽ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ജീവിതത്തിൽ എങ്ങനെയാണ് മക്കളും പേരൻസും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ വേണം, നമ്മൾ പേരൻസ് ആണെങ്കിൽ മക്കളിൽ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യരുത്, മക്കളാണെന്ന് പറഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി മാറ്റരുത്, മനസ്സിലാക്കി വേണം ചെയ്യാൻ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞാൻ പയ്യെ മോട്ടിവേഷണൽ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി ഫ്രം മൈ എക്സ്പീരിയൻസ്, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന്. അത് ഞാൻ ക്ലാസ് എടുക്കുന്ന യൂട്യൂബ് വഴിയാണ്. എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഡോക്ടർ ആലീസ് മാത്യു എന്നുള്ളത്. അപ്പോൾ അന്നേരം എനിക്ക് ഭയങ്കരമായിട്ട് ആളുകൾ എന്നെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി, അവർക്കത് ഉപയോഗപ്രദമാണ് എന്നുള്ളത് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഞാൻ അവർക്ക് അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു പാഷൻ. എങ്ങനെയാണ് ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണോ? മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. കാരണം മാതാപിതാക്കൾ ആഗ്രഹിക്കും, അയ്യോ ഞങ്ങൾക്ക് പ്രായമായി, മക്കൾ എൻ്റെ കൂടെ നിന്ന് എന്നെ നോക്കണം. പക്ഷെ അതൊന്നും ശരിയല്ല. കാരണം മക്കൾക്ക് പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ പറന്നു വിടാനായിട്ട് അനുവദിക്കണം, അല്ലേ? കാരണം അവർക്കൊരു ജീവിതമുണ്ട്, നമ്മുടെ ജീവിതം തീർന്നതാണ്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മാതാപിതാക്കളെ അന്വേഷിക്കാതെ ഇരിക്കരുത്. ഒരു ഫോൺ കോളോ ഒന്ന് വന്ന് കാണുകയോ ഒക്കെ ചെയ്താൽ മതി വെളിയിലുള്ള മക്കളൊക്കെ. അപ്പോൾ അത്രയും മാത്രമേ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഒത്തിരി പേരങ്ങനെ ചെയ്യുന്നില്ല, മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാക്കിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി വേറൊരു പാഷൻ എന്ന് പറഞ്ഞാൽ ട്രാവലിങ്. കാരണം ഇപ്പം ഞങ്ങളൊരു റിട്ടയർമെൻറ്റ് ഹോമിൽ താമസിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും അറിയണ്ട, ഫുഡിൻ്റെ കാര്യത്തിനെക്കുറിച്ചോ തുണി നനയ്ക്കുന്നതിൻ്റെ വീട് ക്ലീനിങ്ങിൻ്റെ ഒന്നും അറിയണ്ട. അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടം. ഹസ്ബൻഡ് ഇപ്പം ഡ്രൈവ് ചെയ്യത്തില്ല, അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യും. ഞങ്ങൾ അടുത്തിടെ കാസർഗോഡ് ടു കോഴിക്കോട്, അല്ല കാസർഗോഡല്ലല്ലോ, കന്യാകുമാരി ടു കാസർഗോഡ് വരെ ഡ്രൈവ് ചെയ്ത് പോയി. ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്, ഞാനും ഹസ്ബൻഡും കൂടെ തന്നെ. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തും പോയി 6 മണിക്കൂർ 8 മണിക്കൂർ ഡ്രൈവ് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ കാണാനുള്ളത് കാണും, പിന്നെ പോകും. അങ്ങനെ ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്ത്. അപ്പോൾ ഈ റിട്ടയർഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ളതാണ്. ഈ റിട്ടയർ ആകുന്നിടം വരെ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടില്ലേ. നമുക്കൊരു ജോലി കിട്ടിയ ഉടനെ കല്യാണമായി കഴിഞ്ഞപ്പോൾ കൊച്ചായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അതിനെ വളർത്തുന്നതിലായി, അതിനെ ഒരുമാതിരി വളർത്തി, അതെല്ലാം ടെൻഷനുള്ളതാണ്, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അത് എന്നിട്ട് അവരെ എല്ലാം ആയി പറക്കമുറ്റി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ഇവിടെ ആരും ഇല്ലാതെ ഇരിക്കുന്നവർ വെറുതെ ഇരിക്കരുത്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ നമ്മുടെ ലിഷർ ടൈമുകളൊക്കെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പം ഞങ്ങൾ ഇഷ്ടം പോലെ യാത്ര ചെയ്യും, നാഷണലി ആൻഡ് ഇൻ്റർനാഷണൽ. നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് പോകും, ജപ്പാനിൽ പോയിട്ടുണ്ട്, തായ്ലൻഡിലുണ്ട്, യൂറോപ്പിൽ പോയിട്ടുണ്ട്, പിന്നെ അതുപോലെ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇനിയും പോകാനിരിക്കുന്നു, ബാലിക്ക് പോകാനായിട്ടിരിക്കുവാണ്. അതുപോലെ ഇന്ത്യയിൽ എന്തുമാത്രം കാണാനുണ്ട്, ഈവൻ കേരളത്തിൽ പോലുമേ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ലിഷർ ടൈം ഒരു പാഷനായിട്ട്. എന്നിട്ട് ഞാൻ ഈ പോയേച്ച് വരുന്നതെല്ലാം ഞാൻ വീഡിയോ ആക്കി ഇടും യൂട്യൂബിൽ. പ്രായം വരുന്ന നമ്പറാണെന്ന് എല്ലാവരും പറയാറുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് റിയൽ
ട്രൂ ആണ്. ഞാനതൊരു ലിവിങ് എക്സാമ്പിളായിട്ടാണ് കാണിക്കുന്നത്. കാരണം എനിക്ക് 71 ഇയേഴ്സ് ഓൾഡാണ്. ഞാനിപ്പോഴും ഡ്രൈവ് ചെയ്യും. എപ്പോഴിതാണ് ഞങ്ങളുടെ കാർ ഇതാണ് കിടക്കുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പോകും. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു ഓർഡിനറി പേഴ്സൺ ആകട്ടോ. ഞാൻ എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല. വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ വിഷമിക്കും, ഞാൻ കരയാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ വിഷമത്തിൽ ഞാൻ അങ്ങ് ഡൂം ചെയ്ത് പോകത്തില്ല. ഇച്ചിരി നേരം കരയുമ്പോൾ വിഷമം, ഞാനെന്തിനാണ് കരയുന്നത്? ഞാൻ എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ജീവിക്കുക. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പഠിച്ചിട്ട് മുന്നോട്ട് പോകുക. മനസ്സിലായോ? നമുക്ക് പ്രായം പിന്നെ കിട്ടത്തില്ല. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയണം. ശരിക്കും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലാണെങ്കിലും പറഞ്ഞു, എൻ്റെ സൈക്കോളജിക്കൽ ഏജ് വന്നിട്ട് 30 ഉള്ളൂ. ഞാൻ 71 എൻ്റെ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയാലും ഞാൻ പറയുന്നത് 30 ഉള്ളതാണ് പറയുന്നത്. കളിയാക്കി എനിക്ക് പ്രശ്നമില്ല, അതല്ലേ കുഴപ്പം. കളിയാക്കുന്നവർ കളിയാക്കും. കാരണം ഞാനൊരു ലിവിങ് എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നില്ലേ. ഞാനിപ്പം ഡ്രൈവ് ചെയ്ത് കന്യാകുമാരി ടു കാസർഗോഡ് വരെ പോയി. മനസ്സിലായോ? ലോകത്തെല്ലായിടത്തും പോയി. ഇപ്പം പോയിട്ട് മിസ്സസ് ഇന്ത്യ 2025 കിരീടവും വാങ്ങിയിട്ട് വന്നു. മനസ്സിലായോ? പ്രായം ഒരു വിഷമാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിരുന്ന എന്തോ ചെയ്തേനെ. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. പ്രായമാകുമ്പം നമ്മുടെ ഫിസിക്ക് നല്ലപോലെ നമ്മൾ നോക്കണം, നമ്മുടെ ഹെൽത്ത് നോക്കണം. ദൈവസഹായത്താൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇച്ചിരി കൊളസ്ട്രോളും അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. ഞാൻ അന്നേരം അതിന് യോഗ ചെയ്യും. ഞാൻ ഹെൽത്തി ഈറ്റിംഗ് ആണ്. ഞാൻ കണിശമായിട്ടും എക്സർസൈസ് ചെയ്യും. അരമണിക്കൂർ എക്സർസൈസ് ചെയ്യും, 3/4 മണിക്കൂർ ഞാൻ യോഗ ചെയ്യും. നമ്മൾ അതുപോലെ ഒരു ഹെൽത്തി ലിവിങ്ങിൽ കൂടെ പോയാൽ മാത്രമേ നമുക്ക് ഈ ഏജ് ഈസ് ജസ്റ്റ് നമ്പർ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ മടി പിടിച്ച് ഇരുന്നാൽ അല്ലെ വേലക്കാർ വേണം നമുക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ ഇത് ശരിക്കും എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് പ്രായമാകും, നമുക്ക് എന്നാ ചെയ്താലും, ഇനിയിപ്പോൾ എന്തെല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്താലും എന്നാ ചെയ്താലും പ്രായമാകും. പക്ഷേ നമ്മുടെ മനസ്സിന് മാത്രം നമ്മളെപ്പോഴും യങ് ആയിരിക്കണം. അതിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. നമുക്കിനി വീണ്ടും കിട്ടുന്ന ജീവിതം എത്ര നാളോടെ ഉണ്ടോ നടത്തില്ല, അത് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ച് തീർക്കാനായിട്ട് നോക്കണം. നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത്. ജോലി എന്താ? നേഴ്സിംഗ് ഫീൽഡ്? ഞാൻ നേഴ്സിംഗ് ഫീൽഡായിരുന്നു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ 1997 ഞാൻ അമേരിക്കയ്ക്ക് പോയി. അതിന് മുമ്പ് ഞാൻ CMC ഹോസ്പിറ്റലിൽ, പിന്നെ വെല്ലൂർ, സൗദി അറേബ്യ, മസ്കറ്റ് എന്നിവിടങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ജനറൽ നേഴ്സായിട്ടാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് ശരിക്കും പറഞ്ഞാൽ 2 ജോലി ചെയ്താണ് എൻ്റെ മോനെ പഠിപ്പിച്ചത് കേട്ടോ. എനിക്ക് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. എന്തോന്നാ, അത് റിയാലിറ്റിയാണ്. ഞാൻ വെറുതെ പൊടുപ്പും തങ്ങലും വെച്ച് പറയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ മോനൊരു എഞ്ചിനീയർ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കൂടുതൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഞാൻ എന്നെ അടുത്ത് പറയും, എന്നാൽ ഞാൻ പഠിക്കും. പണ്ട് തൊട്ടേ എനിക്ക് പഠിക്കാനായിട്ടും വലിയ ആളാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോയി. BSc ഇവിടെ വെച്ച് ഞാൻ BSc കംപ്ലീറ്റ് ചെയ്യാതെ പോയതാണ്. അവിടെ ചെന്ന് BSc കംപ്ലീറ്റ് ചെയ്തു, മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, പിന്നെ PhD ഇൻ എഡ്യൂക്കേഷൻ പാസ് വിത്ത് എ ഡിസ്റ്റിങ്ഷൻ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ 15 വർഷം ജോലി ചെയ്തു. അങ്ങനെ എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഞാനൊരു സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ടോപ്പിലെത്തിയ ഒരാളാണ്. എനിക്ക് ഐ ക്യാൻ സേ വെരി പ്രൗഡ്ലി കേട്ടോ. അതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള മനധൈര്യമുണ്ട്. എന്നാൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പം നമ്മളെല്ലാവരും നമ്മൾ നോക്കണം, വിശ്വസിക്കണം. അതുകൊണ്ട് സക്സസ് ആയി. അതെ. എന്താണ് ഈ പാട്ട് പാടുവോ, ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടോ? പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സ്കിറ്റ് എഴുതി ഡ്രാമ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേഴ്സിങ്ങിന് പഠിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, സ്കിറ്റ് എഴുതിയിട്ട് ഡ്രാമ കളിക്കും. മാർഗംകളി കളിക്കണേ കഴിക്കും, തിരുവാതിര കളിക്കണേ കഴിക്കും, അല്ലെ ഫോക്ക് ഡാൻസ് കളിക്കണേ കഴിക്കും. ഇതെല്ലാം ഞങ്ങൾ അമേരിക്കയിൽ ചെന്നിട്ടും ഞങ്ങളുടെ അസോസിയേഷൻ എല്ലാം കളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ 2 വർഷമായിട്ട് 3-4 വർഷമായിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇവിടെ ടാസ്കിൻ്റെ ഒരു ഇത് വന്നു, നമ്മുടെ ടാസ്ക് ചെയ്യാൻ പറഞ്ഞു. അത് ഓർക്കാപ്പുറത്ത് വന്നപ്പോൾ എനിക്ക് അറിയത്തില്ല. ഞാൻ പണ്ട് പാട്ടും പാടുമായിരുന്നു കേട്ടോ. ഇപ്പം 71 വയസ്സായി കഴിഞ്ഞപ്പോൾ പണ്ടത്തെ പോലെ പാട്ട് പാടാൻ നിങ്ങളാരും ആഗ്രഹിച്ചേക്കരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐ ഹാവ് എ ഡ്രീം എന്നുള്ള പാട്ട് ഇവിടെ പാടി. അത് ഭയങ്കര ഹിറ്റായിരുന്നു, എല്ലാവരും കൈയടിച്ചു. ഈവൻ 13 വയസ്സുള്ളൊരു കൊച്ചു വന്ന് എന്നോട് പറഞ്ഞു, ആൻറ്റി എനിക്കും ആൻറ്റിയെപ്പോലെ 71 വയസ്സാകുമ്പോൾ എനിക്കും ആൻറ്റിയെപ്പോലെ ആകണം. പക്ഷെ അതൊക്കെ എനിക്ക് വലിയൊരു മോട്ടിവേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ കിരീടം കിട്ടിയതൊക്കെ എൻ്റേത് എന്താണെന്ന് വിചാരിച്ചതെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആളുകളെ അതുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യണം. ശരി, എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിനുവേണ്ടിയാണ് ആ എഫേർട്ട് എടുത്തത്. അതിനുവേണ്ടിയാണ് ഞാൻ എഫേർട്ട് എടുത്തത്. അവരെ വീഴ്ത്തി ഞാൻ ശരിക്കും. ഞാൻ എന്നെ എടുത്തു. ആ പാട്ടിന് ഭയങ്കര ഒരു ഇമോഷണൽ ഫീലോടുകൂടി അങ്ങ് പാടി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും വീണു എന്ന് പറയാൻ. കരോക്കെ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ പാടിയപ്പോൾ ഞാൻ 2 ലൈൻ പാടാം. ഇപ്പം ഐ ഹാവ് എ ഡ്രീം ടു സിംഗ് എ സോങ് ടു കോപ്പ് മീ വിത്ത്
everything. If you see the wonder of a fairy tale, you can even if you fail. I believe in angels. No, 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 no. പ്രായം ഒരു നമ്പർ മാത്രമെന്നാണ് ഡോക്ടർ ആലീസ് മാത്യു പറയുന്നത്. ഒട്ടേറെ വനിതകൾക്ക്, പ്രായമായ ആളുകൾക്കൊക്കെ ഡോക്ടർ ആലീസ് മാത്യുവിൻ്റെ ജീവിതം തന്നെ ഒരു പ്രചോദനമാണ്. അതിനായി അവർക്കൊരു മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്നതെന്ന് കൂടിയാണ് ആലീസ് മാത്യു പറയുന്നത്. ഏതായാലും ഈ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിൽ അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ ഭർത്താവുമായി അങ്ങനെ യാത്രകളൊക്കെ ചെയ്ത് ജീവിതം സുന്ദരമാക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.